തട്ടിൽ പിതാവ് എന്ന് പറഞ്ഞാൽ ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു സാധാരണക്കാരുടെ ഒരു മനസ്സിലാക്കിയിട്ടുള്ള ഒരു ആത്മീയ ആചാര്യനാണ്. ഞാൻ അദ്ദേഹമായിട്ട് കുറേ കാലത്തെ അടുത്ത ബന്ധമുണ്ട്. ഇത്രയും വലിയൊരു ഒരു ബഹുമതിയിലേക്ക് അദ്ദേഹം എത്തി എന്ന് പറയുന്നതിൽ ജാതി മതഭേദമെന്ന് എല്ലാവരും സന്തോഷിക്കുന്നതിന് കാരണം അദ്ദേഹം മതത്തിനതീതമായി മനുഷ്യരെ കാണാൻ കഴിയുന്ന ഒരു വലിയൊരു ആത്മീയ നേതാവായതുകൊണ്ടാണ്. അപ്പോൾ തട്ടിൽ പിതാവ് തൃശ്ശൂർക്കാരുടെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടുത്തുകാരനാണ്, ഈ ടൗണിൽ വളർന്നവനാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷ കൈകാര്യം ചെയ്യുന്നത് തന്നെ ഒരു തനി തൃശ്ശൂർക്കാരനെ പോലെ സംസാരിക്കുന്നത്, അതിൻ്റേതായിട്ടുള്ള യാതൊന്നും മറച്ചു വയ്ക്കാനുള്ള ഒരു പച്ച മനുഷ്യനെ പോലെ സംസാരിക്കുന്നതെല്ലാം തട്ടിൽ പിതാവിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം യാതൊരു കൃത്രിമത്വം ഇല്ലാതെ ജനങ്ങളെ നേരിട്ട് അവരുടെ മനസ്സിലേക്ക് കയറാൻ കഴിയുന്ന തരത്തിലേക്ക് അദ്ദേഹം മാറിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം, തട്ടിൽ പിതാവിനുണ്ടായിരിക്കുന്ന ഈ സ്ഥാനലബ്ധി അതൊരു വലിയ ആഹ്ലാദം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, വളരെ സന്തോഷമുള്ള കാര്യമാണ്. വളരെ അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷമാണ്. സീറോ മലബാർ സഭയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ചുമതല ഏറ്റെടുത്ത് തൃശ്ശൂരിൽ നിന്ന് ആദ്യമായി ഈ ഒരു പിതാവ് നമുക്ക് അഭിമാനമായി ലോകത്തിന് തന്നെ മാതൃകയായി വരാൻ പോകുന്നു. തട്ടിൽ പിതാവിനെക്കുറിച്ച് തൃശ്ശൂർക്കാർക്ക് അഭിമാനിക്കാനല്ല മറ്റൊന്നും പറയാൻ ഉണ്ടാകില്ല. സെനഡിലേക്ക് പിതാവ് വന്നതിനെക്കുറിച്ച് നിങ്ങളോട് തന്നെ, പത്രമാധ്യമങ്ങളോട് തന്നെ നടത്തിയ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രതികരണം മാത്രം മതി അദ്ദേഹത്തെ എത്രമാത്രം ലാളിത്യത്തോടെയും ശ്രദ്ധയോടെയുമാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നറിയാൻ. അദ്ദേഹം പറഞ്ഞു, ശംഷാബാദിൽ നിന്ന് ഇവിടെ നടക്കാൻ പോകുന്ന സിനഡിലേക്ക് ഞാനൊരു കൊച്ചു ബാഗുമായിട്ടാണ് വന്നത്, സിനഡിൽ ഉപയോഗിക്കാൻ മാത്രമുള്ള ഒരു ബാഗുമായി. അത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തിരിച്ചു പോവുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ ദൈവം ഒരു നിയോഗം പോലെ ഈ പുതിയ ചുമതല എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ നിയോഗം ഞാൻ ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഇത് യാദൃച്ഛികമായൊരു സംഭവമാണെന്ന് കരുതാൻ ലോകത്ത് സീറോ മലബാർ സഭയെ കാണുന്ന ആർക്കും കരുതാൻ കഴിയില്ല. തൃശ്ശൂരിലെ സഹായമിത്രാനായി, ശംഷാദാബാദ് സഭയുടെ ബിഷപ്പായി, ഒരുപക്ഷെ സീറോ മലബാർ സഭയുടെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും നിഷ്കളങ്കനായ, ലളിതമായ പുഞ്ചിരിയോടുകൂടി മാത്രം എല്ലാവരെയും സമീപിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും അപ്രോച്ചബിളായിട്ടുള്ള, എല്ലാവർക്കും ആക്സസബിളായിട്ടുള്ള ഒരു പിതാവ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കുന്നു. കേരള സർക്കാരിന് വേണ്ടി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുമ്പോൾ തൃശ്ശൂർക്കാരൻ എന്ന നിലയിലുള്ളൊരു സ്വകാര്യ അഹങ്കാരം കൂടി ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്. തൃശ്ശൂരിൻ്റെ അങ്ങാടിയിൽ നിന്ന് ലോകത്തിൻ്റെ തന്നെ ക്രിസ്തീയ വിശ്വാസങ്ങളുടെ ഏറ്റവും ഔന്നത്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട തട്ടിലച്ചനുണ്ടായിരിക്കുന്നു. തൃശ്ശൂരിൻ്റെ പ്രിയപ്പെട്ട പിതാവ് സീറോ മലബാർ സഭയുടെ അധിപനായി വരുന്നു. വലിയ ആഹ്ലാദവും സന്തോഷവുമാണ് തോന്നുന്നത്. മതനിരപേക്ഷതയുടെ കരൾ പിറക്കുന്ന ഈ ഒരു കാലത്ത്, മതന്യൂനപക്ഷങ്ങൾ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു കാലത്ത്, കവണയും കല്ലുമായി വിജയം വരിച്ച ദാവീദിൻ്റെ ഒരു പിന്തുടർച്ചക്കാരൻ ക്രിസ്തീയ സഭയുടെ തലപ്പത്ത് വന്നു എന്ന അഭിമാനം തന്നെ പഴയ നിയമപുസ്തകം പറയുന്നത് പോലെ നമുക്ക് അഭിമാനിക്കാം. തീർച്ചയായും ഒരു ആഹ്ലാദ നിമിഷമാണ്. തൃശ്ശൂർക്കാർക്ക് അവരുടെ സങ്കടത്തിലും സന്തോഷത്തിലുമൊക്കെ കാണാൻ കഴിയുന്നൊരു പിതാവ്, തൊടാൻ കഴിയുന്നൊരു പിതാവ്, ആശ്വാസവാക്കുകൾ കേൾക്കാൻ കഴിയുന്നൊരു പിതാവ്, ശക്തനായ വാഗ്മിയാകുമ്പോഴും നിഷ്കളങ്കമായ ചിരിയോടെ ഏറ്റവും ലാളിത്യത്തോടെ നമ്മളോട് പെരുമാറിയിരുന്നൊരു പിതാവ്. വലിയ അഭിമാനമാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ പിന്തുണയും പിതാവിന് വാഗ്ദാനം ചെയ്യാൻ കൂടി വേണ്ടിയാണ് ഈ ഘട്ടത്തിൽ എത്തിച്ചത്. ഒന്നാമത് പിതാവിൻ്റെ ഈ പുതിയ സ്ഥാനലബ്ധിയിൽ തൃശ്ശൂർക്കാർ അതിയായ അഭിമാനത്തോടു കൂടെയാണ് അതിനെ സ്വീകരിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. ഈശ്വരൻ കർത്താവ് തൃശ്ശൂരിലെ ആളുകളെ അനുഗ്രഹിച്ചതുപോലെയാണ് ഞങ്ങൾക്കുള്ളൊരു വികാരം. ഞാൻ വളരെ വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലത്തെ തട്ടിൽ പിതാവുമായിട്ട് വളരെ സൗഹൃദമാണ്. മനസ്സിൽ രസകരമായൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ, ഞാൻ സാധാരണ ആളുകളായിട്ട് വർത്തമാനം പറയുമ്പോൾ അവരുടെ ബട്ടൺ ഇങ്ങനെ അഴിക്കും. സാധാരണ ഇങ്ങനെ ബട്ടൺ ഇങ്ങനെ അഴിക്കും, ബട്ടൺ പൂട്ടും, ബട്ടൺ അഴിക്കും. ഒരു ദിവസം ഇങ്ങനെ ഞാൻ പിതാവായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുക, പിതാവിൻ്റെ ഉടുപ്പിൽ ഇങ്ങനെ സ്പർശിച്ചു കൊണ്ടിരിക്കരുത്. അങ്ങനെ പിതാവിന് തമാശയൊക്കെ പറഞ്ഞ് ആയിരിക്കരുത്. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ എല്ലാ ബട്ടണും അഴിച്ചു, എൻ്റെ എല്ലാ ബട്ടണും അഴിച്ചു. അപ്പോൾ പിതാവ് അതിനെപ്പറ്റി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പ്രതാപൻ 2 ബട്ടൺ അഴിക്കുമ്പോഴേക്കും ഞാൻ എല്ലാ ബട്ടണും അഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ആളുകൾ ഇതുപോലത്തെ ഒരു സ്നേഹം, സൗഹൃദം, ഇതിൻ്റെ ഒരു സാക്ഷ്യമാണ് തട്ടിൽ പിതാവ്. ഇത്രമാത്രം ആളുകളോട് എങ്ങനെ വിനയത്തോടു കൂടി ഇടപഴകുമെന്ന് അറിഞ്ഞുകൂടാ. ചിലർക്ക് ദൈവം ജനിക്കുമ്പോൾ തന്നെ ഒരു കയ്യൊപ്പ് കൊടുക്കും, ഈശ്വരൻ്റെ കയ്യൊപ്പ്. അത് കർത്താവിൻ്റെ കയ്യൊപ്പ് കിട്ടിയ ആളാണ്. ഈ ഇടവക മാത്രമല്ല, കാരണം ഒന്ന് തട്ടിൽ പിതാവിൻ്റെ ഒരു ജനിച്ചു വളർന്ന സാഹചര്യം അറിയാം. ഈ കാണുന്ന
മഹത്തായ ബസ്ലിക്ക ദേവാലയത്തിൻ്റെ തൊട്ടുപുറകിൽ ഈ അങ്ങാടിയിൽ അവിടുത്തെ അച്ചപ്പം ഉണ്ടാക്കുന്നിടത്തും കോളപ്പം ഉണ്ടാക്കുന്നിടത്തും വട്ടയപ്പം ഉണ്ടാക്കുന്നിടത്തും ഇവിടുത്തെ ചുമട്ട് തൊഴിലാളികളെയും സാധാരണക്കാരെയും ഒക്കെ ബീഡിക തൊഴിലാളിയും ഓട്ടോറിക്ഷക്കാരെയും തൊട്ട് തലോടി തടവി ഇവിടെ നടക്കാൻ പോകുമ്പോഴും അച്ഛൻ എല്ലാവരെയും അച്ഛന് കൈസ്പർശം ഏൽക്കും. ആ കൈസ്പർശം ഏൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഹൃദയസ്പർശം ഏൽക്കുന്നതിന് തുല്യമാണ്. സ്വന്തം കരസ്പർശം ഹൃദയസ്പർശമായി ഏൽപ്പിക്കുന്ന ആളുകളിൽ ഒരാളാണ് തട്ടിൽ പിതാവ്. ഞങ്ങളതുകൊണ്ട് ഭയങ്കര എന്താ പറയുക, ഇന്നസെൻറ്റിൻ്റെ ഭാഷ കടമെടുത്താൽ തൃശ്ശൂർക്കാരുടെ ഒരു അർമാദിക്കുന്ന സന്ദർഭം കൂടിയാണ് ഇത്. ഈശ്വരൻ്റെ മുന്നിൽ, കർത്താവിൻ്റെ മുന്നിൽ ഞങ്ങൾ വിനയത്തോടു കൂടി നന്ദി പറയുന്നു. സിനഡിനോടും ഞങ്ങൾ നന്ദി പറയാണ്. ഞങ്ങൾ എല്ലാവരും അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനൊരു ആഹ്ലാദം ഉണ്ടാകുന്നത്. ചിലർ പറയും തട്ടിൽ പിതാവിനെ ഇങ്ങനെ ആരോ ഒതുക്കാൻ ശ്രമിക്കുന്നു. അല്ല, ഒരുങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. തട്ടിൽ പിതാവിനെ ആരും ഒരിക്കലും ഒതുക്കാൻ പറ്റില്ല. ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് തട്ടിൽ പിതാവിന്. അങ്ങനെ ഒരുങ്ങി കർത്താവ് നിശ്ചയിച്ചു. ആ നിശ്ചയപ്രകാരം സിനഡ് തിരഞ്ഞെടുത്തു. ഇതാ ഞങ്ങളുടെ ബസിലിക്കയിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അഭിമാനത്തോടെയാണ് ഞങ്ങളെല്ലാവരും പ്രിയപ്പെട്ട തട്ടിൽ പിതാവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നു. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിട്ടുള്ള മാർ തട്ടിൽ പിതാവിനെ എനിക്ക് വളരെ കാലം മുമ്പ് അറിയാം. അദ്ദേഹം ഈ പദവിയിൽ എത്തിച്ചേരും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, അദ്ദേഹം ഈ പുത്തമ്പള്ളി ഇടവകയിലെ ഒരു അൽമായനാണ്. അജപാലന വൃത്തിയിൽ അദ്ദേഹത്തിന് എല്ലാവരെയും ആശ്വസിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ദൈവിക അനുഗ്രഹമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ നിയോജകമണ്ഡലത്തിൽ നിന്നും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട മാർ തട്ടിൽ പിതാവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാ വിശ്വാസ സമൂഹത്തിൻ്റെയും തികഞ്ഞ പിന്തുണ അദ്ദേഹത്തിനുണ്ടാകും എന്നറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വിശ്വാസ സമൂഹത്തിൻ്റെ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി ശ്രദ്ധേയമായ ഒട്ടനവധി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആത്മീയ പുരോഹിതനായിരുന്നു പ്രിയപ്പെട്ട തട്ടിൽ പിതാവ്. ഏറ്റവും ചെറുപ്പകാലഘട്ടം മുതൽ തന്നെ പാവങ്ങളെ ചേർത്ത് പിടിക്കാനും പാവങ്ങളുടെ പ്രശ്നങ്ങളിൽ പാർശ്വവൽക്കപ്പെട്ട പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടാനും പിതാവ് കാണിച്ചിട്ടുള്ളൊരു സമീപനം ഏറെ ശ്രദ്ധേയമാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന് മാത്രമല്ല ഇന്ത്യയിലെ ആബാലവൃദ്ധൻ ജനങ്ങളുടെ മനസ്സിനകത്തും വലിയ ആഹ്ലാദവും അതിലേറെ സന്തോഷപ്രദവുമായ ഒരു തീരുമാനമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും കത്തോലിക്ക സഭയുടെ പരമോന്നത പദവിയിലേക്ക് ഉയർന്ന തട്ടിൽ പിതാവിന് ഞങ്ങളെല്ലാവരുടെയും മനസ്സിൽ വലിയ സ്ഥാനമുണ്ട്. ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ അദ്ദേഹത്തിന് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും ആത്മീയമായ ഉന്നതിക്ക് നേതൃത്വം കൊടുക്കാനും കഴിയുന്ന രീതിയിലേക്ക് സവിശേഷമായ പ്രവർത്തന ശൈലിയിലൂടെ ഇന്നലെകളിൽ തട്ടിൽ പിതാവ് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനിയും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഒരുപാട് വൈദികരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ. പക്ഷേ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം വളരെയേറെ സ്നേഹപൂർവ്വം വളരെ ലാളിത്യത്തോടു കൂടിയാണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. ഞാൻ ഗുരുവായൂർ MLA ആയിട്ട് 15 വർഷം പ്രവർത്തിച്ച ആളാണ്. അവിടെ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചടങ്ങുകൾ ഞങ്ങൾ ഒന്നിച്ച് പലതവണ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ലാളിത്യമാണ്. മറ്റു പലരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്നത് ആ ലാളിത്യമാണ്. ഒരു ക്രൈസ്തവ പുരോഹിതൻ എന്നുള്ള നിലയിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ സ്നേഹവും ലാളിത്യവും ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. സഭയുടെ ഉന്നതമായ ഈ പദവിക്ക് തീർത്തും അർഹനായിട്ടുള്ള ഒരു പുരോഹിതനാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. സഭയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. മാർ റാഫേൽ തട്ടിൽ അദ്ദേഹം തൃശ്ശൂർക്കാരനാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഏറ്റവും സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു ബഹുമാന്യനായിട്ടുള്ള പുരോഹിത ശ്രേഷ്ഠനാണത്. അദ്ദേഹത്തെ എനിക്ക് കുറേ കാലങ്ങളായിട്ട് അറിയുന്നതാണ്. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ പാർട്ടി നേതാവ് സിഒ പൗലോസ് മാഷ് മരണപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാനും
അനുശോചനം രേഖപ്പെടുത്താനും അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ അദ്ദേഹം വന്ന് പോയ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. എന്തുകൊണ്ടും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ അദ്ദേഹം യോഗ്യനാണ്. ഇന്ന് സമൂഹം നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ആത്മീയ ലോകവും പല പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സാഹചര്യത്തിൽ തീർത്തും മതനിരപേക്ഷമായി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തു മാർഗത്തിൽ കൂടി തന്നെ അദ്ദേഹത്തിന് സഭയെ നയിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസകളും ഞാൻ നേരുന്നു.